ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്കിന്ന് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇവിടെ റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിനെ ഡ്രസ്സപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നെ കൊണ്ടാക്കി തരും കേട്ടോ ഇവർ. കൊണ്ടുവരാനും വരും. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ. നമുക്ക് പിന്നെ ലൈസൻസ് ഒന്നും ആവാത്തതുകൊണ്ട് ഇവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. പിന്നെ സൈക്കിളിൽ പോക്കൊന്നും നടക്കില്ല. ഒടുക്കത്തെ തണവും മഞ്ഞും ഒക്കെയാണ്. അങ്ങനെ ഡ്യൂട്ടി സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പാൻ കേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും മഞ്ഞുണ്ട്. ഇപ്പോഴും -ഡിഗ്രിയാണ്. അങ്ങനെ അവർ കൊണ്ടുവരാൻ വന്നു. തിരിച്ച് വീട്ടിലെത്തി. കൊച്ചിനാണെങ്കിൽ പനിയാണ്. അപ്പോൾ അവൻ റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ലഞ്ച് കഴിച്ചു. പരിപ്പ് കുത്തിക്കാച്ചിയതും മുട്ട ഓംപ്ലേറ്റും ആയിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഡിന്നറിന് നമുക്കിന്ന് സ്പെഷ്യൽ ആവാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാ ചിക്കൻ മന്തി ഉണ്ടാക്കാറ് സെല്ല ബസ്മതി റൈസ് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സാധാ ബസ്മതി റൈസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വിചാരിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് കിട്ടിയായിരുന്നു. കറക്റ്റ് വേവിന് അരിയൊക്കെ കിട്ടി. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കൂട്ടത്തിൽ ഞാൻ നാളത്തെ മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ സ്റ്റൂവും കൂടി സൈഡിൽ കൂടി ഉണ്ടാക്കുന്നുണ്ട്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെയും റെസിപ്പി അപ്ലോഡ് ചെയ്യാം. ഇത് ഈസിയാണ്. നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തതാണ്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പോയി കിടന്നുറങ്ങി കേട്ടോ.